ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് മട്ടർ പനീർ കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം പാനെല്ലാം ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. എന്നിട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകവും ഒരു മീഡിയം സൈസ് സവാള ഇതേ രീതിയിൽ കട്ട് ചെയ്തിട്ട് 2-3 പീസ് ഇഞ്ചി കട്ട് ചെയ്തത്, ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ഇട്ടിട്ട് എന്നിട്ട് ഒരു വലിയ ടൊമാറ്റോ ഇതേ രീതിയിൽ കട്ട് ചെയ്ത് ചേർക്കണം. നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനോടൊപ്പം 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ടും ആവശ്യത്തിന് ഉപ്പ് ഒരു 1/2 ടീസ്പൂൺ മതിയാകും. 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും ഇട്ടു. ഫ്രണ്ട്സ്, ഇതിനു മുന്നേ വെറും പനീർ കൊണ്ടുള്ള ബട്ടർ മസാലയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണം. ഇപ്പോൾ അത് നല്ല തണുത്തു. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ച് നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. തവ നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. എന്നിട്ട് 1/4 ടീസ്പൂൺ ജീരകവും അതിനോടൊപ്പം ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് ചേർത്ത് അതൊന്ന് നല്ല റോസ്റ്റായി വരുന്ന സമയം നമുക്ക് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്തിട്ട് അതൊന്ന് നല്ല റോസ്റ്റാക്കി എടുക്കണം. അതിനോടൊപ്പം നമുക്ക് ഒരു ചെറിയ ടൊമാറ്റോ ചെറുതായി കട്ട് ചെയ്ത് അതും ചേർക്കാം. ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ആക്കി എടുത്തിട്ട് അതിനോടൊപ്പം 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസും ഇടാം. സാധാരണ ഗ്രീൻ പീസ് കുക്ക് ചെയ്ത് ചേർത്താലും നന്നായിരിക്കും. അതിനോടൊപ്പം പനീർ ചേർക്കാം. ഒരു 200 ഗ്രാം അളവിലാണ് എടുത്തത്. നമ്മൾ പനീറൊക്കെ ആദ്യമേ റോസ്റ്റ് ചെയ്ത് ചേർത്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇതിലിട്ടിട്ട് 1-2 മിനിറ്റ് റോസ്റ്റാക്കി എടുക്കണം. ഒരു അല്പം ഗരം മസാലയും. ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഫ്ലേവറിനായി ഗരം മസാല കുറഞ്ഞ ക്വാണ്ടിറ്റിയിലേ ചേർക്കാറുള്ളൂ. കൂടുതലായാൽ നന്നായിരിക്കില്ല, അതുകൊണ്ടാണ്. നമ്മൾ അരച്ച് വെച്ച കൂട്ട് അതിലേക്ക് ഒഴിക്കാം. എന്നിട്ട് ഇപ്പോൾ അത് തിക്കായിരിക്കുന്നു. ഒന്നുകൂടെ വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കി എടുക്കണം. നമ്മൾ എത്ര ലൂസാക്കി എടുക്കണോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതിയാകും. ഈ കറി ഉണ്ടാക്കി വെച്ചിരുന്നാലും അത് തിക്കാകും. എന്നിട്ട് ആവശ്യത്തിന് ഫ്രഷ് ക്രീം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ. ഇതിൽ ചേർത്തിട്ടുള്ള ഗരം മസാല നല്ല ഫ്ലേവറുള്ള ഗരം മസാലയാണ്. അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിന് മുന്നേ. എന്നിട്ട് ടേസ്റ്റ് ബാലൻസ് ആകാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഷുഗർ കൂടെ ചേർക്കണം. എന്നിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലേവറിനായി അല്പം മല്ലിയില തൂക, അതിനോടൊപ്പം 1 ടീസ്പൂൺ ബട്ടറും ഇടണം. ഈ കറി ചപ്പാത്തി ഞാൻ ഇതിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടാതെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായി വരുന്നവരെ നന്ദി.